കൂട്ടുകാർക്ക് നമസ്കാരം. സീരിയൽ മാനിയ വെറൈറ്റി സ്റ്റോറീസിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പൊ ഞാൻ എത്തിയിരിക്കുന്നത് കുടുംബവിളക്ക് സീരിയലിന്റെ നാളത്തെ സൂപ്പർ ഹിറ്റ് പ്രമോ വിശേഷമൊക്കെ ആയിട്ടാണ്. അപ്പം ആരെങ്കിലും കൂട്ടുകാർ ആദ്യമായിട്ടാണ് എന്റെ ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ നമുക്ക് നേരെ സുമിത്രയുടെ കഥയിലേക്ക് പോയാലോ. അങ്ങനെതാ നമ്മുടെ സരസ്വതി അമ്മയുടെ നിർദ്ദേശപ്രകാരം സച്ചിൻ സുമിത്രയുടെ വീട്ടിലെത്തുകയാണ്. സുമിത്രയുടെ വീട്ടിലെത്തിയിട്ട് വേണം ശീതലിനെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോവാൻ. സച്ചിൻ ശീതലിനെ കൂട്ടിക്കൊണ്ടു പോയാൽ മാത്രമാണല്ലോ സരസ്വതി അമ്മ വിചാരിച്ചതുപോലെ തന്നെ നമ്മുടെ സുമിത്രയും സിദ്ധാർത്ഥും തമ്മിലുള്ള അകലം കുറയുള്ളൂ. അതിനുവേണ്ടി പുള്ളിക്കാരി ഒരുക്കി വെച്ചിരിക്കുന്ന പ്ലാനുകളാണ് ഇതെല്ലാം. അപ്പൊ സച്ചിൻ വീട്ടിലേക്ക് വന്ന പാടെ തന്നെ സുമിത്രയാണ് സച്ചിനെ സ്വീകരിക്കുന്നത്. സുമിത്ര പറയുന്നുണ്ട്, സച്ചിനെ എന്തായാലും ഈ സമയം എന്റെ മകളെ കാണാനായിട്ട് ഞാൻ സമ്മതിക്കില്ല. പിന്നെ എനിക്ക് നിന്നോട് പറയാനുള്ളത്, നമ്മൾ രണ്ടു കൂട്ടരും സമാധാനമായിട്ടിരുന്ന് സംസാരിക്കേണ്ട കാര്യമാണ്. അല്ലാതെ ഇതുപോലെ വന്ന് ഒച്ചപ്പാടൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുക. അപ്പൊ ഇതൊന്നും കേട്ടിട്ടും സച്ചിൻ അടങ്ങുന്നില്ല കേട്ടോ. സച്ചിനാണെങ്കിലോ ഭയങ്കര ദേഷ്യത്തില് എനിക്ക് ശീതലിനെ കണ്ടേ പറ്റുള്ളൂ എന്നും പറഞ്ഞ് ആ വീട്ടിലേക്ക് ഇടിച്ചു കയറുകയാണ്. അപ്പൊ ശീതൽ ദാ സച്ചിന്റെ മുന്നിലെത്തി. സരസ്വതി അമ്മയും ഉണ്ട്. സരസ്വതി അമ്മയാണെങ്കിൽ സച്ചിനെ ന്യായീകരിച്ചാണ് സംസാരിക്കുന്നത്. അതെ, എന്റെ മകൻ അന്ന് വീട്ടിൽ വന്നത് കൊണ്ട് നിനക്ക് കിട്ടേണ്ടിരുന്ന തല്ല് കിട്ടി. പിന്നെ ഭാര്യയും ഭർത്താവും ഒക്കെ ആവുമ്പോഴത്തേക്കിനും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെറിയ വഴക്കുകളൊക്കെ ഉണ്ടാവുമല്ലോ. അത് അവര് തമ്മിൽ തീർത്തോളൂല്ലേ. സുമിത്ര, നീ എന്തിനാ ഇതിലെല്ലാം ഇടപെടുന്നത്? നിന്റെ മകൾക്ക് സമാധാനമായിട്ടുള്ള ഒരു കുടുംബജീവിതം വേണമെന്ന് നീ എന്തുകൊണ്ട് ആഗ്രഹിക്കാത്തത് എന്നൊക്കെ സരസ്വതി അമ്മ ഒരു 100 കൂട്ടം ചോദ്യം ചോദിക്കുകയാണ്. അപ്പൊ സുമിത്രയാണെങ്കിലോ താൻ തന്റെ മകളുടെ നല്ല ഭാവി മാത്രമാണ് ലക്ഷ്യം വെച്ചിട്ടുള്ളത് എന്നുള്ള രീതിയിൽ സംസാരിക്കുമ്പോഴത്തേക്കിനും സച്ചിൻ പറയാണ്, അതെ ശീതളെ, എനിക്ക് നിന്നോടാണ് സംസാരിക്കാനുള്ളത്, നിന്റെ അമ്മയോടല്ല. എനിക്ക് പറയാനുള്ള കാര്യം, നിനക്ക് എന്നോടൊപ്പം വരണമെങ്കിൽ ഈ നിമിഷം എന്നോടൊപ്പം വരാം. അല്ലാത്ത പക്ഷം ഇനി ഞാൻ നിന്നെ അന്വേഷിച്ച് ഈ വീട്ടിലേക്ക് വരില്ല. ഇത്രയും ദിവസം നീ എന്നെ കാണാനോ വിളിക്കാനോ ഒന്നും മനസ്സ് കാണിച്ചിട്ടില്ല. പക്ഷെ ഞാനാണെങ്കിലോ നിന്റെ ഓർമ്മയിൽ മാത്രമാണ് ജീവിച്ചത് എന്നുള്ള കാര്യമൊക്കെ ഇവനങ്ങ് നിരത്തി പറയുമ്പം സച്ചിൻ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ശീതൾ ഇങ്ങനെ ഒഴുകി നിൽക്കുകയാണ്. അപ്പം ശീതൾ അങ്ങോട്ട് പോകുമോ ഇങ്ങോട്ട് പോകുമോ എന്നുള്ള കാര്യത്തിൽ ശീതളിന് പോലും നിശ്ചയില്ലാണ്ട് നിൽക്കുമ്പോഴത്തേക്കിനും സച്ചിൻ പറയാണ്, നിന്റെ അമ്മ എന്നെയും നിന്നെയും തമ്മിൽ തെറ്റിക്കാനേ നോക്കുള്ളൂ. അതുകൊണ്ട് നീ ഇപ്പം ഈ നിമിഷം എന്നോടൊപ്പം വരണമെന്നുള്ള കാര്യം പറയുമ്പം ശീതള് ഇതുവരെ അവളുടെ മനസ്സിൽ അടക്കി വെച്ച കാര്യങ്ങൾ സച്ചിന്റെ മുഖത്ത് നോക്കി തുറന്നു പറയാണ്. ശീതള് പറയാണ്, അതെ, ഇത്രയും കാലം എന്റെ അച്ഛൻ എവിടെയാണെന്നോ അമ്മ എവിടെയാണെന്നോ എന്റെ കൂടപ്പിറപ്പുകൾ എവിടെയാണെന്നോ എന്നും എനിക്കറിയില്ലായിരുന്നു. പക്ഷെ അവരെല്ലാരും എന്നോടൊപ്പം ഇല്ലാതിരുന്ന ആ ഒരു സമയത്ത് അന്നേരമാണ് നീ ഏറ്റവും അധികം എന്നെ ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒക്കെ ഉപദ്രവിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ഇനി നിന്നെ പോലെ ഉള്ളൊരുത്തന്റെ കൂടെ ജീവിക്കണമെങ്കിൽ നിന്റെ ഈ സ്വഭാവമൊക്കെ മാറണം. മാറിയെന്ന് എനിക്ക് പൂർണ്ണ ബോധ്യം വരണം. എന്നാൽ മാത്രമേ ഞാൻ നിന്നോടൊപ്പം വരുള്ളൂ എന്ന് ശീതൾ സച്ചിന്റെ മുഖത്തടിച്ച പോലെ സംസാരിക്കുകയാണ്. അപ്പൊ സച്ചിൻ ഒരു അരവട്ടനായതുകൊണ്ട് തന്നെ ഇതൊക്കെ കേൾക്കുമ്പോ തന്നെ സച്ചിന്റെ സകല കൺട്രോളും പോയി. സച്ചിൻ താ നമ്മുടെ ശീതളിന്റെ കയ്യിൽ ബലമായി കയറി പിടിക്കുന്ന സമയത്ത് ശീതൾ തന്നെ കൊണ്ട് തടയാൻ പറ്റുന്ന രീതിയിൽ തടയാൻ ശ്രമിക്കുകയാണ്. അപ്പൊ സുമിത്ര പിടിക്കുന്നു, അപ്പുറത്ത് സരസ്വതി അമ്മ ഇവരെ രണ്ടിനെയും കൂടി ഒരുമിച്ചാക്കി വിടാൻ നോക്കുന്നു. അങ്ങനെ ഭയങ്കര ബഹളം. ഈ ബഹളത്തിനിടയ്ക്ക് ഇതെല്ലാം കേട്ടുകൊണ്ട് അപ്പുറം മാറി നമ്മുടെ സിദ്ധു നിൽക്കുന്നുണ്ടല്ലോ. സിദ്ധു അങ്ങോട്ട് വരികയാണ്. എന്റെ മോളെ വിടടാന്നും പറഞ്ഞിട്ടാണ് സിദ്ധു വരുന്നത്. അപ്പം മോൾക്ക് അടി കിട്ടേണ്ടുന്ന സാഹചര്യത്തിലാണല്ലോ അച്ഛൻ അടി എരന്ന് വാങ്ങിച്ചത്. അതുകൊണ്ട് തന്നെ സിദ്ധാർത്ഥ് തന്റെ മകളെ ഇവൻ എന്തെങ്കിലും ചെയ്യുമോ എന്നുള്ളൊരു ഭയത്തിന്റെ പുറത്ത് സച്ചിന്റെ കാരണം നോക്കി ഒരെണ്ണം അങ്ങ് കൊടുക്കുകയാണ്. അപ്പൊ സച്ചിൻ അടി കൊണ്ടുതാ ഇങ്ങനെ കുതറി മാറുമ്പോഴത്തേക്കിനും സുമിത്രയുടെ കേൾക്കെ തന്നെ നമ്മുടെ സിദ്ധു പറയാണ്, അതെ, എന്റെ മകള് എന്ത് തീരുമാനിച്ചാലും അതിനോടൊപ്പം ഈ അച്ഛനും അമ്മയും നിൽക്കും. പിന്നെ നിന്റെ ഈ ഒരു സ്വഭാവം അത് മാറ്റിയെങ്കിൽ മാത്രമേ ഇനി എന്റെ മോള് നിന്നോടൊപ്പം ജീവിക്കുള്ളൂ എന്നുള്ള കാര്യം സിദ്ധു നമ്മുടെ സച്ചിന്റെ മുഖത്ത് നോക്കി സംസാരിക്കുകയാണ്. അപ്പൊ സച്ചിനാണെങ്കിലോ ഇതിനാണല്ലേ നിങ്ങൾ എന്നെ വിളിച്ചു വരുത്തിയതെന്നും പറഞ്ഞ് സരസ്വതി അമ്മയുടെ നേരെ തിരിയുകയാണ്. അപ്പോഴാണ് അവിടെയും സരസ്വതി അമ്മയുടെ ആ ഒരു കളി അതെല്ലാവർക്കും ബോധ്യപ്പെടുന്നത്. അപ്പം സരസ്വതി അമ്മയാണെങ്കിൽ, ദൈവമേ, ഇവൻ എന്റെ പേര് ഇപ്പോഴും വിളിച്ചു പറഞ്ഞല്ലോ, ഈ ചെറുക്കനും ശരിക്കും വട്ടാണ് എന്നുള്ള രീതിയിൽ അവിടെ നിന്ന് ഇങ്ങനെ പിറുപിറുക്കാണ്. അപ്പൊ സുമിത്ര സരസ്വതിയെ രൂക്ഷമായിട്ടൊന്ന് നോക്കിയിട്ടോ. അപ്പൊ സച്ചിനാണെങ്കിൽ അട്ടികൊണ്ട പാടെ, ഇനി ഈ സച്ചിൻ നിന്നെ കൂട്ടാൻ ഇവിടെ വരില്ല, എനിക്ക് ഇനി നിന്നെ ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞ് ഉപേക്ഷിച്ച മാതിരി ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവാണ്. അപ്പൊ ഇറങ്ങി പോകുമ്പോ ശീതളിന് ശരിക്കും വിഷമമൊക്കെ ആയി. മകളുടെ സങ്കടമൊക്കെ കാണുമ്പോഴത്തേക്കിനും നമ്മുടെ സിദ്ധാർത്ഥിനും വലിയ വിഷമമൊക്കെ ആയിട്ടോ. അങ്ങനെ ആ ഒരു സീൻ കഴിയുമ്പോൾ നമ്മളെ കാണിക്കുന്നത് അനിരുദ്ധിനെയാണ്. അനിരുദ്ധാണെങ്കിൽ ഇതാ നമ്മുടെ അനന്യയുടെ അടുത്ത് എത്തി. അപ്പൊ അനന്യയോട് സംസാരിക്കുകയാണ്. അനന്യ ചോദിക്കുകയാണ്, അല്ല അനി, എന്താണ് അമ്മയും അച്ഛനും കൂടി പറഞ്ഞത്? സത്യനെങ്കിൽ വന്നിട്ട് ഡാഡിക്ക് ഇപ്പൊ എങ്ങനെയുണ്ടെന്നാ പറഞ്ഞതെന്ന് ചോദിക്കുക.
അപ്പൊ ഉടനെ തന്നെ എൻ്റെ ഇത് പറയുന്നുണ്ട്, എൻ്റെ പൊന്നനന്യതേ, എനിക്ക് ഒട്ടും താല്പര്യമില്ല ആ മനുഷ്യന്റെ കാര്യങ്ങൾ അന്വേഷിക്കാനും അയാളുടെ പിറകെ പോകാനും. എൻ്റെ അമ്മയെ ഉപേക്ഷിച്ച് ഞങ്ങൾ മക്കളെ എല്ലാം ഉപേക്ഷിച്ച് അങ്ങേര് നാട് വിട്ടു പോയതല്ലേ. അങ്ങനെയുള്ള ഒരു മനുഷ്യന്റെ പിന്നാലെ ഞങ്ങൾ എന്തിനാ നടക്കുന്നത്? അതുമല്ല, എൻ്റെ കുഞ്ഞ് സ്വരമോള് അത് പ്രതീഷിന്റെ മോളാണ് എന്നുള്ള സത്യം നമുക്കല്ലേ തിരിച്ചറിയാവുള്ളൂ. അച്ഛൻ അത് അറിഞ്ഞു കഴിഞ്ഞാല് ഒരുപക്ഷെ കുഞ്ഞിന്റെ അടുത്ത് പറഞ്ഞാലോ അത് നമുക്കൊരു വിഷയമാവില്ലേ. അതുകൊണ്ട് ഒരു കാരണവശാലും അച്ഛനെ കാണാൻ ഇനി ഞാൻ പോവില്ല. ആ കാര്യമാണ് മമ്മിയോടും ഡാഡിയോടുമായിട്ട് ഞാൻ സംസാരിച്ചത് എന്നൊക്കെ അനിരുദ്ധ് ഇങ്ങനെ അനന്യയോട് പറയുമ്പം അനന്യക്ക് ഭയങ്കര കുറ്റബോധം. എത്രയൊക്കെ വന്നാലും നിന്റെ അച്ഛനാണ്, അദ്ദേഹത്തിന് ഇത്രയും വലിയൊരു ആപത്ത് സംഭവിച്ചു. പിന്നെ അച്ഛമ്മയുടെ വീട്ടിലാണ് നിൽക്കുന്നതെങ്കിൽ കൂടിയും അദ്ദേഹത്തെ നീ പോയി കാണേണ്ട ഒരു ബാധ്യതയുണ്ട്. നീ എത്രയൊക്കെ വന്നാലും അദ്ദേഹത്തിന് നിന്നെ കാണണമെന്ന് വരെ വിളിച്ചു പറഞ്ഞതല്ലേ. അദ്ദേഹത്തിന്റെ കൂട്ടുകാരൻ ഈ വീട്ടിലും ഒക്കെ വന്നതാണ്, നീ ഒന്ന് പോയി കാണുമെന്നും പറഞ്ഞ് അനന്യ നിർബന്ധിക്കുകയാണ്. അപ്പൊ ഈ സമയത്താണെങ്കിൽ നമ്മളെ കാണിക്കുന്നത് പങ്കജിനെയും പൂജയുമാണ് കേട്ടോ. രണ്ടാളും കൂടി അങ്ങനെ ആ കഥകളൊക്കെ പറയുകയാണ്, രഞ്ജിതയുടെ മാറാ രോഗത്തിന്റെ കഥകളും. അപ്പൊ എന്തായാലും ട്രീറ്റ്മെന്റും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ പൂജയാണെങ്കിൽ നമ്മുടെ പങ്കജിനെ ആശ്വസിപ്പിക്കുക. പങ്കജ്, നീ ഇങ്ങനെ കരയാതെ, നീ എന്താ കൊച്ചു കുട്ടികളെ പോലെ, നീ തളർന്നു കഴിഞ്ഞാൽ നിന്റെ അമ്മയ്ക്ക് അത് വലിയ വിഷമമൊക്കെ ആവില്ലേ. രഞ്ജിതാന്റിയുടെ അസുഖങ്ങളെല്ലാം നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ മാറും. രഞ്ജിതാന്റി പഴയതുപോലെ സ്ട്രോങ് ആയി തന്നെ വരും. എന്തായാലും നീ അതൊക്കെ ഒന്ന് ആശ്വസിക്കുക, അതൊക്കെ ഒന്ന് ആലോചിക്കുക എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞ് നമ്മുടെ പൂജയാണെങ്കിൽ അവനെ ആശ്വസിപ്പിക്കുകയാണ്. അപ്പം പുള്ളിക്കാരന് അവസരം അങ്ങ് മുതലാക്കുകയാണ്. എന്തായാലും രഞ്ജിതയും പങ്കജും കൂടി നടത്തുന്ന ഒരു ഗൂഢാലോചനയാണ് ഇതെന്നുള്ള കാര്യം പാവം നമ്മുടെ പൂജയ്ക്ക് അറിയില്ലല്ലോ. അതുകൊണ്ട് 4 മാസത്തിനുള്ളിൽ പൂജയെ എങ്ങനെയും വളച്ച് കുപ്പിയിലാക്കണം. അതിനുവേണ്ടി ഇപ്പം സെന്റിമെന്റ്സ് എന്ന് പറയുന്ന ആ ഒരു സംഭവം അങ്ങ് എടുത്തിട്ടിരിക്കുകയാണ് പങ്കജ്. അപ്പൊ പങ്കജിന്റെ പ്ലാനുകളൊക്കെ ഒരു പരിധി വരെ ഫലിക്കുന്നുണ്ടെന്ന് പങ്കജിന് മനസ്സിലായത് കൊണ്ട് തന്നെ അവനാണെങ്കിൽ പൂജയോട് പറയാണ്, അതെ പൂജ, ഇനി തന്റെ സ്വഭാവത്തിലും ഒക്കെ ഒരുപാട് മാറ്റമൊക്കെ വരുത്തണം. താൻ എന്റെ മമ്മിയോട് കുറച്ച് സ്നേഹമായിട്ടൊക്കെ പെരുമാറണം. പിന്നെ പറ്റിയാല് 1-2 ദിവസം ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ വീട്ടിലൊക്കെ വന്ന് നിൽക്കണം എന്നുള്ള കാര്യമൊക്കെ പറയുമ്പം അതിനെന്താ പങ്കജ്, ആന്റിയുടെ രോഗം മാറാൻ വേണ്ടിയിട്ട് എന്ത് സഹായവും എന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും എന്നുള്ള വാക്കൊക്കെ കൊടുത്ത് പൂജ അവിടെ നിങ്ങൾ പോരുക കേട്ടോ. അപ്പൊ പൂജ പോകുന്നതും നമ്മുടെ സിദ്ധുവും സുമിത്രയും അതുപോലെ ശീതളും ഒക്കെ കൂടി ഇരുന്ന് സംസാരിക്കുക. സരസ്വതി അമ്മ അപ്പുറത്ത് മാറി ഇനിയിപ്പം കുറച്ചു നേരത്തേക്ക് സരസ്വതി അമ്മയുടെ നാവടങ്ങി ഇരിക്കുകയാണ്. എന്തായാലും സച്ചിൻ സത്യങ്ങൾ വിളിച്ചു പറഞ്ഞത് കൊണ്ട് തന്നെ സരസ്വതി അമ്മ ഒരു മൂലയ്ക്ക് ഇരിക്കുന്ന അവസ്ഥയിലാണ് കേട്ടോ. അങ്ങനെ ശീതളിന്റെ കാര്യത്തില് താൻ ഇപ്പൊ ചെയ്തത് വലിയ തെറ്റായി പോയി എന്നൊക്കെ പറഞ്ഞ് സുമിത്രയോട് ഇങ്ങനെ തെറ്റുകൾ ഏറ്റു പറയുകയാണ് സിദ്ധു. അപ്പൊ സിദ്ധാർത്ഥിനെ നല്ല രീതിയിൽ തന്നെ നമ്മുടെ സുമിത്ര വിമർശിക്കുന്നു ഒക്കെ ഉണ്ട്. അതെ സിദ്ധു, നിങ്ങളുടെ ഈ ഒരു എടുത്തുചാട്ടം അതാണ് നിങ്ങൾക്ക് ഏറ്റവും വലിയ പ്രശ്നമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഉടനീളം ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇനിയെങ്കിലും ഇങ്ങനെ മുന്നും പിന്നും നോക്കാതെയുള്ള പെരുമാറ്റങ്ങൾ ഉണ്ടാവല്ലേ. സച്ചിനും അതുപോലെ തന്നെ ശീതളും സന്തോഷത്തോടു കൂടി ജീവിക്കണം എന്നുള്ളതാണ് നമ്മളുടെ ആഗ്രഹം. ഒരിക്കലും ഇവൾക്ക് സച്ചിനെ മറന്നുള്ളൊരു ജീവിതമൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ അവരെ തമ്മിൽ അകറ്റാനല്ല നോക്കേണ്ടത്, അവരെ തമ്മിൽ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ച് അവരെ ഒരുമിപ്പിക്കാനാണ് നമ്മൾ നോക്കേണ്ടത് എന്നുള്ള കാര്യമൊക്കെ സുമിത്ര ഇങ്ങനെ ടീച്ചർമാര് പറയുന്നത് പോലെ നമ്മുടെ സിദ്ധുവിന് പറഞ്ഞു കൊടുക്കുമ്പോൾ നിങ്ങൾ രണ്ടുപേരും എന്നോട് ക്ഷമിക്കണം. ശീതളെ മോളെ, അച്ഛൻ ചെയ്തത് മോൾക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിക്കുമോ എന്ന് അച്ഛൻ വിചാരിച്ചു പോയി, അതുകൊണ്ട് മാത്രമാണ്. എന്റെ പൊന്നു മോൾ അച്ഛനോട് ക്ഷമിക്കണോന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാരൻ ഇങ്ങനെ കൈയൊക്കെ തൊഴുതു പിടിച്ച് ഇങ്ങനെ മാപ്പ് ചോദിക്കുക കേട്ടോ. അപ്പൊ ആ സമയത്താണെങ്കിലോ സരസ്വതി അമ്മയാണെങ്കിലോ, ഇവൻ എന്തൊരു വൃത്തികെട്ടവനാണ്, ഇവൻ ഇങ്ങനെ ഇവരുടെ മുന്നിൽ എന്തിനാ ഇങ്ങനെ താഴുന്നത് എന്നൊക്കെ ആലോചിച്ച് പിറുപിറുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ സുമിത്ര ഒന്ന് സരസ്വതി ഇരുത്തി നോക്കി കേട്ടോ. സുമിത്ര നോക്കുമ്പോഴത്തേക്കിനും സരസ്വതി അമ്മയാണെങ്കിലോ, ഇവളിതാ എന്നെ നോക്കുന്നുണ്ട്, ഇനിയിപ്പോ സച്ചിന്റെ കാര്യം പറഞ്ഞ് വല്ലതും പറഞ്ഞാലോന്നും വിചാരിച്ച് പുള്ളിക്കാരി നൈസായിട്ട് അവിടെ നിന്ന് സ്കൂട്ടാകുകയാണ്. അപ്പൊ ഈ സീൻ കഴിയുമ്പം നമ്മുടെ സുമിത്ര സിദ്ധാർത്ഥുമായിട്ട് തനിയെ സംസാരിക്കുകയാണ്. അപ്പൊ ഇവര് പറയുന്ന കാര്യം എന്ന് പറഞ്ഞാല്, അതെ സിദ്ധാർത്ഥ്, നിങ്ങളുടെ മുറിവൊക്കെ ഭേദപ്പെട്ടല്ലോ, അപ്പൊ നിങ്ങൾ ഇനി എത്ര ദിവസത്തേക്ക് ഈ വീട്ടിലുണ്ടാകും? എങ്ങനെയെങ്കിലും സിദ്ധുവിനെ ഈ വീട്ടിൽ നിന്നും പാക്ക് ചെയ്യണം. അതിനു വേണ്ടിയിട്ടാണ് സുമിത്ര ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്. അപ്പൊ ചോദിക്കുമ്പം, എന്താ സുമിത്ര, ഞാൻ ഇവിടുന്ന് പോവാൻ വേണ്ടിയിട്ടാണോ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നതെന്ന് ചോദിച്ച് സിദ്ധു ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ചോദിക്കുമ്പോഴത്തേക്കിനും സുമിത്ര പറയുക, അതെ നിങ്ങളുടെ വയ്യായ്കയൊക്കെ മാറിയെങ്കിൽ പിന്നെ നിങ്ങൾ മറ്റൊരു സ്ഥലത്തേക്ക് താമസം മാറ്റുന്നതല്ലേ നല്ലത്.
എന്തായാലും നമ്മൾ രണ്ടുപേരും ബന്ധം പിരിഞ്ഞവരാണ്. അതുകൊണ്ട് തന്നെ ഇനി ഒരു വീട്ടിൽ ഇങ്ങനെ താമസിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് രണ്ടുപേർക്കും ചീത്തപ്പേരുണ്ടാക്കും എന്നുള്ള കാര്യമൊക്കെ സുമിത്ര ഇങ്ങനെ സിദ്ധുവിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുമ്പോൾ സിദ്ധാർത്ഥ് സുമിത്രയോട് ചോദിക്കുകയാണ്, അതെ ഒരിക്കൽ കൂടി തനിക്ക് എന്നോട് ക്ഷമിക്കാൻ പറ്റില്ലേ, തനിക്ക് എന്റെ ജീവിതത്തിലേക്ക് വരാൻ പറ്റില്ലേ എന്നുള്ള കാര്യമൊക്കെ പറയുകയാണ്. അപ്പോഴത്തേക്കിനും ഈ കാര്യങ്ങളൊക്കെ കേട്ടുകൊണ്ട് നമ്മുടെ പൂജ താ വെളിയിൽ നിൽക്കുകയാണ്. സുമിത്രയ്ക്ക് പറയാനുള്ള കാര്യം സിദ്ധാർത്ഥിന്റെ മുഖത്ത് നോക്കി വീണ്ടും പറയാണ്, എന്റെ ജീവിതത്തിൽ ഇനിയൊരു കൂടിച്ചേരൽ ഉണ്ടാവില്ല. എനിക്ക് ഒരു ഭർത്താവുണ്ട്, അദ്ദേഹം മരിച്ചുപോയി എങ്കിലും ഞാൻ അദ്ദേഹത്തെ മാത്രം വിചാരിച്ചാണ് ജീവിക്കുന്നത്, എന്റെ രോഹിത്തിനെ മാത്രം വിചാരിച്ച്. എന്തായാലും എനിക്കൊരു കുഞ്ഞു മോളും ഉണ്ട്. ആ പൂജ മോൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഇനി ജീവിക്കും. ഇനിയുള്ള കാലം അവൾക്ക് വേണ്ടി അവളുടെ അമ്മയായിട്ട് അവളോടൊപ്പം ജീവിക്കും എന്നുള്ള കാര്യം പറയുമ്പോൾ സിദ്ധു അവിടെ മൊത്തം എന്താ പറയാ ഒന്നും പറയാനില്ലാത്ത അവസ്ഥയിലായി ആകെ മൊത്തം ആസടിഞ്ഞ് നിൽക്കുകയാണ്. അപ്പം അത്തരത്തിലുള്ളൊരു വിശേഷമാണ്. എന്തായാലും നമ്മുടെ പൂജയെ സന്തോഷിപ്പിക്കുന്ന ഒരു വാർത്ത തന്നെയാണ് സുമിത്ര പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇന്ന് എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു സായാഹ്നമൊക്കെ ആശംസിച്ചുകൊണ്ട് നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക്